നമ്മളൊരു സ്പെഷ്യൽ ലഞ്ചാണ് റെഡിയാക്കി എടുക്കാൻ പോണേ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ലഞ്ച് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഇതുപോലെ പ്ലേറ്റ് കാലിയായി കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാന്താരി മുളക് ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാന്താരി മുളക് ഉപ്പിലിട്ടത് കൂട്ടി ഈ ലഞ്ച് കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ്. അത് ഞാൻ ഉപ്പിലിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതെങ്ങനെയാണ് ജസ്റ്റ് മാങ്ങ ഉപ്പിലിടുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കല്ലുപ്പ് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം. അപ്പോൾ അതും നോക്കാം. നമുക്ക് ആദ്യം ലഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബും ലീവും സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കാഷ്നട്ട്, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പുതിന ഇല, മല്ലിയില, ഒരു അര കപ്പ് കാഷ്നട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയില ഒരു പിടി മുഴുവൻ, നല്ല പിടി വലിപ്പത്തിലുള്ള ഒരു പിടി മേടിക്കുന്ന അതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് അളവിൽ ബാസ്മതി റൈസ് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കുക. അപ്പോൾ ഒരു പാൻ മതി നമ്മൾ ഈ ലഞ്ച് റെഡിയാക്കി എടുക്കാൻ. അപ്പം 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു വലിയ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ വല്ലപ്പോഴൊക്കെ നമുക്ക് റെഡിയാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ആദ്യം കാണിച്ച പോലെ പ്ലേറ്റ് കാലിയായി കിട്ടും. കുട്ടികളൊക്കെ അതുപോലെ കഴിക്കും. വളരെ ടേസ്റ്റിയാണ്. നെയ്യിലൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒനിയൻസ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എനിക്കിച്ചിരി കുറവായിരുന്നു നെയ്യ്. ഞാൻ അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. വേറെ നെയ്യോ എണ്ണയൊന്നും പിന്നെ ചേർത്തിട്ടില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മളെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈസിയാണ് കുക്കിങ്ങും. നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഒനിയൻസ് ഫ്രൈ ചെയ്തെടുക്കട്ടെ നമുക്ക്. ഒരുപാട് ഒനിയനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 2 വലിയ ഒനിയൻസ്. അപ്പോൾ ഒരുവിധം നിറം മാറി തുടങ്ങി. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ അരച്ചെടുക്കണം. മല്ലിയില ഒരു കുറച്ച് ഗാർണിഷ് എടുത്ത് വെച്ചു. പുതിനയില ഞാനൊരു ചെറിയ പിടി എടുത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചതിൽ 3/4 ഭാഗവും എടുത്ത് ഞാനൊന്ന് അരയ്ക്കാനായിട്ട് ചേർത്ത് കൊടുത്തു. കുതിർത്തി വെച്ചിരുന്ന 1/2 കപ്പ് കാഷ്നട്ടും ചേർത്ത് കൊടുക്കുക വെള്ളത്തോടു കൂടി. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 10 വലിയ പച്ചമുളക്. ഒരുപാട് എരിയുള്ളതല്ല കേട്ടോ. നന്നായിട്ട് എരി വേണമെങ്കിൽ ഒരു 10-15 ചേർത്ത് കൊടുക്കാം. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ആണ് കുറച്ച് ചേർത്ത് അത് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. അപ്പോൾ നമ്മുടെ ഒനിയൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒനിയൻ അതിൽ നിന്ന് മാറ്റാം. ആ നെയ്യിൽ തന്നെയാണ് ബാക്കിയെല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒനിയനൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാം. ആദ്യം നമ്മൾ അരച്ചെടുക്കുന്നതിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കണേ. ആ കാഷ്യൂ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാഷ്യൂ ചെയ്തുകൊണ്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളമായ പിന്നെ അത് ഡ്രൈ ആയി കിട്ടാൻ പാടായിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ, ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒനിയൻസിനൊന്ന് കോരി മാറ്റാം. ആദ്യം നെയ്യിൽ ഉള്ളി മുരിഞ്ഞ് വരുന്ന മണം നല്ല സൂപ്പർ മണമാണ് കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള നെയ്യിൽ കാഷ്യൂസ് വറുത്തിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് ആ നെയ്യിൽ വറുത്ത് മാറ്റാം. ആദ്യം ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം. കാഷ്യൂം വറുത്തു. നമ്മൾ ബിരിയാണി റൈസും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സാണ്. ഇത് നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചാൽ ഒരു പാനിൽ തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ 1/2 hour കൊണ്ട് നമ്മുടെ കുക്കിംഗ് കഴിയും. അപ്പോൾ നോക്കൂ, ഇനി ബ്രസ്റ്റ് പീസാണ് ചിക്കൻ്റെ. 2 ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് നുറുക്കിയത് നമുക്ക് ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. സെയിം നെയ്യിലേക്ക് തന്നെ. അപ്പം ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് പീസായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ ചിക്കനൊക്കെ മുറിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബോൺലെസ് ആയിട്ടുള്ള പാർട്ട് കുറച്ച് മുറിച്ചെടുത്താൽ മതി. ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് പയ്യൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇളക്കി യോജിപ്പിക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് റെഡിയാക്കണത്. അതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ചിക്കൻ ചേർത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ കൈ ഇടാതെ ഇളക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അടി പിടിച്ച് പോയാൽ നമ്മുടെ ടേസ്റ്റേ മാറിപ്പോകും. ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. ചതച്ച കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യാം.
നുറുക്കി വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ, ഒരു ചെറിയ പീസ്, അത് ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ അരച്ച് ചേർത്തായിരുന്നു, അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറും കൂടെ കൂടി ഈ ചിക്കൻ അങ്ങ് മൊരിഞ്ഞ് വരണം. ആ നെയ്യിൽ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ നെയ്യിൽ തന്നെ ഇങ്ങനെ മൊരിച്ചെടുക്കണം. ഒരുപാട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ആയി പോകരുത്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബ്സ് ഉണ്ടല്ലോ, വൈറ്റ് ഭാഗം, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇറക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മൾ പച്ച കളറുള്ള പേസ്റ്റ്, നമ്മുടെ മല്ലിയിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കാഷ്യൂ എല്ലാം കൂടെ അരച്ചത്. അപ്പോൾ ആ കാഷ്യൂ അരക്കുന്നതിൻ്റെ തന്നെ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, കാരണം അരി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർത്തല്ല അരച്ചിരിക്കുന്നത്. ഒത്തിരി വെള്ളം ചേർത്ത് അരച്ചാലത്തെ കുഴപ്പം പിന്നെ അത് വെള്ളം പറ്റി കിട്ടാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ചിക്കൻ ഓവർ കുക്കായി പോവും. ഇത് ചേർത്ത് നമ്മൾ ചിക്കനിലേക്ക് നല്ലതായിട്ട് നമുക്ക് കളറേ മാറിയിട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇനി നമ്മൾ തീ വളരെ കുറച്ച് വെച്ച്, ഏറ്റവും കുറച്ച് വെച്ച് മൂടി വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മിക്സിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിക്കാവുള്ളൂ. അത് വെച്ച് അതും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയൻസിൻ്റെ ഒരു പകുതി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്ത് ഇളക്കി ഏറ്റവും ചെറു തീയിൽ മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റും കൂടെ കുക്കാകുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാവും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിക്കാതിരിക്കാൻ. കാഷ്യൂ പേസ്റ്റ് തിക്കായിട്ടുള്ള പേസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. നോക്കൂ, പച്ച കളറൊക്കെ മാറി കുക്കായി തുടങ്ങി. നമുക്ക് ഞാനൊരു 3-4 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തു ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. തേങ്ങ ചിരകിയതാണെങ്കിലും കുഴപ്പമില്ല, ഇത് ഡ്രൈ ആയിട്ട് എന്തായാലും മേടിക്കാൻ കിട്ടിയതാണ്. അപ്പോൾ ഒത്തിരി വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം നിന്ന് ഇളക്കി യോജിപ്പിച്ച് കളയാനും. ഇപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ടായതുകൊണ്ട് ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക്, ഇത് ഒത്തിരി ഡ്രൈ ആയി വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൂടി ഒഴിച്ച് കിട്ടിയാൽ മതി. തേങ്ങയുടെ ടേസ്റ്റ് നമ്മൾ ദം ചെയ്യുമ്പോൾ അരച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം കൂടെ ഇറങ്ങിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിച്ചൊന്ന് കൂടി യോജിച്ച് കിട്ടിയാൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഞാൻ. റൈസ് മുഴുവൻ ചേർത്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയനും ചേർത്ത് കൊടുക്കുക. ഒരു ഇച്ചിരി നേരം മൂടി
ഇളക്കാതെ വെക്കുക. അപ്പോൾ അതിൻ്റെ ഒന്ന് റൈസിലേക്കൊന്ന് സ്റ്റീം കയറി വന്നു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്ത് നേരത്തെ വെച്ച് തണുത്തിരിക്കുന്ന റൈസാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആവി കയറി വരുമ്പോൾ ആ ഫ്ലേവറെല്ലാം ഇതിനകത്തേക്ക് വരും. ബാക്കിയുള്ള ഓനിയൻ ഫ്രൈ വെച്ചിരുന്ന് അതിൻ്റെ മുകളിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം. റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ കാഷ്യൂ ഫ്രൈ ചെയ്തും ചേർത്തു. നമുക്ക് കുറച്ച് മല്ലിയില നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയുള്ളത് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ലീവ്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിലായിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ അടപ്പ് വെച്ച് മൂടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അപ്പോൾ അതിനകത്തേക്ക് സ്റ്റീം ഒന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഇളക്കി യോജിപ്പിക്കാൻ. അപ്പോൾ ഇത് മൂടി വെക്കുന്നതിന് മുമ്പ് ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. നല്ല വലിപ്പമുള്ള നാരങ്ങയായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്, ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പയ്യെ ആവി വന്ന് തുടങ്ങി. അപ്പോൾ നമുക്കിന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ടൊന്ന് കൂടി യോജിപ്പിച്ചെടുക്കുന്നതിന് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവർ നമ്മുടെ റൈസിലേക്ക് എല്ലാം ഒന്ന് കൂടി യോജിച്ച് വരട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു പാനോ പാത്രമോ ഒന്നും എടുത്തില്ല, ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തത്. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പിയാണ്. റിച്ച് ക്രീമി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. ഒരു വ്യത്യസ്ത രുചിയാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കുക. ഒരു ഇപ്പോൾ ഉച്ചത്തെ ലഞ്ചാണ് ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ റെഡിയാക്കി വെച്ചാലാണ് ഉച്ചത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഫ്ലേവർ എല്ലാം റൈസിലേക്ക് പിടിച്ചിരിക്കുള്ളൂ. കുറച്ച് നേരത്തെ എടുത്ത് പിന്നെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് ഞാൻ ഇനി മൂടി വെക്കാം. അപ്പോൾ ഇച്ചിരി നേരം ചൂടോടെ അതിനകത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കും ഇങ്ങനെ ആവി വന്നു തുടങ്ങി. ഇത് ദമ്മാക്കിയ എഫക്റ്റ് കിട്ടി. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിക്കാം. അത് നേരത്തെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാലാണ് ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡിയായി വരുള്ളൂ. അപ്പം ഇച്ചിരി നേരത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 hours മുമ്പ് റെഡിയാക്കി വെക്കണം. അപ്പോഴാണ് റൈസിലേക്ക് എല്ലാ ഫ്ലേവറും കയറുള്ളൂ. ഞാനിത് സെർവ് ചെയ്യുന്നത് ജസ്റ്റ് അച്ചാറും തൈരും കുക്കുംബറും സാലഡും നമ്മുടെ കാന്താരി ഉപ്പിലിട്ടതും ചേർന്നാണ്. കാന്താരി ഉപ്പിലിട്ടത് ഞെരടി തൈരോട് കൂടി ഇത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കാന്താരിയൊക്കെ നാട്ടിൽ ഇഷ്ടംമാതിരി ഉള്ളപ്പം അങ്ങനെ ഉപ്പിലിട്ട് വെക്കുക. അപ്പം ഞാൻ സെർവ് ചെയ്യട്ടെ കേട്ടോ. കുട്ടികൾക്ക് കൊടുത്തത് സിമ്പിളായിട്ടുള്ള ഇങ്ങനെ സാലഡ്, കുക്കുംബർ സാലഡ് ഉപയോഗിച്ചായിരുന്നു. അവരുടെ പ്ലേറ്റ് കാലിയാക്കി തന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അല്പം വെളുത്തുള്ളി അച്ചാറെടുത്തിട്ടുണ്ട്, കുക്കുംബർ സാലഡ്, അതിൻ്റെ കൂടെ നമ്മുടെ കാന്താരി ഉപ്പിലിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക വീക്കെൻഡ് സമയമൊക്കെ ഉള്ളപ്പം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കാന്താരി മുളക് ഉപ്പിലിട്ടത്. നല്ല എരിയുണ്ട് കാന്താരി മുളക്, എന്നാലും നമ്മൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ വിനെഗറിൻ്റെ ടേസ്റ്റൊക്കെ അവിടെ കൂടി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉപ്പിലിട്ടുണ്ടെന്ന് കണ്ടിട്ട് വരാം നമുക്ക്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാങ്ങ ഉപ്പിലിട്ടപ്പോൾ എനിക്ക് കല്ലുപ്പില്ലായിരുന്നു. കല്ലുപ്പൊക്കെ കിട്ടി റെഡിയായി വെച്ചിട്ടുണ്ട്. കല്ലുപ്പിൽ ഉപ്പിലിടുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഞാൻ കല്ലുപ്പൊരു ഭരണിയിലേക്ക് മാറ്റട്ടെ.
നമുക്ക് സെയിം പ്രോസസ്സ് സിമ്പിളായിട്ട് കാന്താരി മുളക് ഞാനതിനകത്ത് വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഉപ്പിലിടൽ. കല്ലുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് ഞാൻ മാങ്ങ ഉപ്പിലിട്ട് പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്ന് വെള്ളം എല്ലാം മാറ്റി കിട്ടുവാണെങ്കിൽ നമ്മൾ ഒത്തിരി നാൾ കേടാകാതിരിക്കും. ഞാൻ വെള്ളമൊക്കെ മാറ്റി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കിങ് റെഡിയാണ്. അപ്പോൾ ഈ കാന്താരി മുളക് ഡ്രൈ ആക്കി ടിഷ്യൂവിൽ കിച്ചൺ ടവലിൽ നന്നായിട്ടൊന്ന് തുടച്ചിട്ടാണ് എടുക്കുന്നത്. അതെല്ലാം ഭരണിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ ആവശ്യത്തിന് അതിനകത്തേക്ക് കല്ലുപ്പ്, ഒരു ഇച്ചിരി ഉപ്പ് അധികം മുമ്പോട്ട് നിൽക്കണം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പോളം കാന്താരി മുളകുണ്ട്. ഉപ്പ് ചേർത്തൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വിനെഗർ ചേർത്ത് കൊടുക്കണം. പീക്കൽ അളവിൽ ചേർക്കാം. ഞാനിത് വിനെഗർ റോ ആപ്പിൾ സൈഡർ വിനെഗർ ആയതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് ഞാനൊരു 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക്. പിന്നെ അതൊന്ന് തിളവന്ന് ഓഫ് ചെയ്യാം, നന്നായിട്ട് തണുക്കാൻ വെക്കുക. അപ്പോൾ ഭരണിയിലേക്ക് നമ്മുടെ കാന്താരി മുളകുകൾ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന വെള്ള കാന്താരിയാണ് കേട്ടോ, കുറച്ച് മൂത്തത് കൊണ്ട് ഞാൻ അതെല്ലാം ഇടുവാണ്, പഴുത്തതുകൊണ്ട്. അപ്പോൾ തണുത്തിരിക്കുന്ന നമ്മുടെ വിനെഗർ, വെള്ളം തിളപ്പിച്ച് വിനെഗരിയിലിട്ടത് ഇതിനകത്തേക്ക് നിറയെ ഒഴിച്ചു കൊടുക്കുക, അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ 2-3 ആഴ്ചയായി ഇട്ടതാണ്. ഞാനിന്ന് റൈസിൻ്റെ കൂടെ കഴിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ് GNB Blogs. ബൈ. ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.